ഹായ് ഫ്രണ്ട്സ്, നിഷാദ് പടിഞ്ഞാറ്റുമുറയാണ്. ദേശീയപാത 66 വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ദേശീയപാത 66 വികസനത്തിൽ തൃശ്ശൂർ ജില്ലയിലെ ഏക വയഡക്റ്റ് വന്നിരിക്കുന്നത് മതിലകം ബൈപ്പാസിലാണ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ബൈപ്പാസ് ഉള്ളതാണ് തൃശ്ശൂർ റീച്ച്. ശിവാലയ കൺസ്ട്രക്ഷനാണ് ഈ ഭാഗത്ത് വർക്ക് ഏറ്റെടുത്തിരിക്കുന്നത്. 2 റീച്ചാണ് ശിവാലയക്ക് തൃശ്ശൂരിലുള്ളത്. ഒന്ന് കാപ്പിരിക്കാട് മുതൽ തളിക്കുളം വരെയും മറ്റൊന്ന് തളിക്കുളം മുതൽ കൊടുങ്ങല്ലൂർ വരെയുമാണ്. കൊടുങ്ങല്ലൂർ ഭാഗത്തു നിന്ന് വരുന്ന സമയത്ത് 5-ാം പരുത്തി നിന്നാണ് മതിലകം ബൈപ്പാസ് തുടങ്ങുന്നത്. പിന്നീട് ഇത് അവസാനിക്കുന്നത് പുന്നക്ക ബസാറിലാണ്. 4.78 കിലോമീറ്ററാണ് ഇതിൻ്റെ നീളം. അപ്പോൾ ഇന്ന് വീഡിയോ തുടങ്ങുന്നത് പള്ളിനട ഭാഗത്തുനിന്നാണ്. ഈ പള്ളിനട കഴിഞ്ഞിട്ടാണ് പിന്നീട് 5-ാം പരുത്തി വരുന്നത്. അപ്പോൾ പള്ളിനട ഭാഗത്ത് പൂർണ്ണമായിട്ട് വൈഡനിങ് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ആറുവരിപ്പാതയുടെ വീതിയിലുള്ള സോയിൽ സബ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ഒരു ഭാഗത്ത് CTSBൻ്റെ വർക്കും നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2 ഭാഗത്തുമുള്ള സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു ഭാഗത്തുള്ള സർവീസ് റോഡാണ് 2 ഭാഗത്തേക്കുമുള്ള ഗതാഗതത്തിന് ഉപയോഗപ്പെടുത്തുന്നത്. പിന്നെ സർവീസ് റോഡിനോട് ചേർന്നിട്ടുള്ള ഡ്രൈനേജിൻ്റെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ 5-ാം പരുത്തി അണ്ടർപാസിനോടനുബന്ധിച്ചിട്ട് മണ്ണിട്ട് ഉയർത്താൻ വേണ്ടിയിട്ട് RE പാനലിൻ്റെ വർക്കുകൾ ഒരു ഭാഗത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് 5-ാം പരുത്തി. ഇവിടുന്ന് ഇടതുഭാഗത്തേക്ക് പോയി കഴിഞ്ഞാലാണ് നമ്മുടെ പഴയ റോഡ്, വലതുഭാഗത്തു കൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതുപോലെ തന്നെ ഈ മതിലകം ബൈപ്പാസ് കടന്നു പോകുന്നത് നല്ല അടിപൊളി സ്ഥലത്തു കൂടെ കേട്ടോ. കണ്ടൽക്കാടുണ്ട്, പിന്നെ അതുപോലെ തന്നെ ചെറിയ കടവുകളൊക്കെ ഈ ഭാഗത്തുണ്ട്. അപ്പോൾ ഈ കാഴ്ചകളെ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വയഡക്റ്റിൻ്റെ മുകൾ ഭാഗത്തോടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. പക്ഷേ വണ്ടി നിർത്തി കാണാൻ പറ്റില്ല കേട്ടോ. അതുപോലെ തന്നെ തൃശ്ശൂർ ജില്ലയിലെ ഏക വയഡക്റ്റ് വന്നിരിക്കുന്നത് മതിലകം ബൈപ്പാസിലാണ്. 1.2 കിലോമീറ്ററാണ് ഇതിൻ്റെ നീളം. അപ്പോൾ ഇവിടെ വരെയാണ് മണ്ണിട്ട് ഉയർത്തി വരാനുള്ള പ്രദേശം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ റോഡ് അടിഭാഗത്തു കൂടെ അങ്ങനെ കടന്നു പോകും, ഒരു ഭാഗത്തേക്കുള്ള റോഡ്. പിന്നെ നമ്മൾ കൊടുങ്ങല്ലൂർ ഭാഗത്ത് നിന്ന് വരുന്ന സംഭവം നേരെ ഇടത് ഭാഗത്ത് റോഡ് തന്നെ കയറിപ്പോവും. കൊടുങ്ങല്ലൂർ ഭാഗത്തേക്ക് പോകുമ്പോഴാണ് നമ്മൾ ഈ പാലത്തിൻ്റെ അടിഭാഗത്ത് കൂടെ കറങ്ങി തിരിഞ്ഞ് സർവീസ് റോഡ് കൂടെ പോവുക. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ ഭാഗത്ത് വന്ന സമയത്ത് കുറച്ച് ഭാഗത്ത് ഗേഡറിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളൂ. അതിൻ്റെ മുകൾ ഭാഗത്ത് കാസ്റ്റിങ്ങിൻ്റെ വർക്ക് ഉണ്ടായിരുന്നു കേട്ടോ. ബാക്കി എല്ലാ സ്ഥലത്തും പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ വന്ന സമയത്ത് വയഡക്റ്റിൻ്റെ പണികൾ പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു. സെൻട്രലിൽ ഡിവൈഡറിൻ്റെ കാസ്റ്റിങ്ങും പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇനി 2 ഭാഗത്തുമുള്ള ക്രാഷ് ബാറിൻ്റെ വർക്കാണ് നടക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ അടിഭാഗത്തു കൂടെ വേറെ റോഡ് ക്രോസ് ചെയ്ത് പോകുന്നുണ്ട്. SN പുരത്ത് നിന്നും പൂവത്തുംകടവ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അങ്ങോട്ട് പോകുന്ന റോഡാണ് ഈ വയഡക്റ്റിൻ്റെ അടിഭാഗത്തൂടെ കടന്നു പോകുന്നത് കേട്ടോ. അപ്പം ഈ വയഡക്റ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ മലപ്പുറം ജില്ലയിലാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ വയഡക്റ്റ് വന്നിരിക്കുന്നത് വളാഞ്ചേരി ബൈപ്പാസിൽ. തൃശ്ശൂർ ജില്ലയിൽ ഒരു വയഡക്റ്റ് വന്നിരിക്കുന്നത് നമ്മളെ മതിലകം ബൈപ്പാസിലുമാണ്. അതുകൂടാതെ ശിവാലയ കൺസ്ട്രക്ഷൻ്റെ ഒരു പ്രസ്റ്റീജ് വർക്കും കൂടിയാണ് ഈ മതിലകം ബൈപ്പാസും അതുപോലത്തെ ഇവിടുത്തെ വയഡക്റ്റും. പക്ഷേ മലപ്പുറം ജില്ലയിലെ വയഡക്റ്റിനെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് ഈ വയഡക്റ്റ് അത്ര ഉയരമില്ല കേട്ടോ, വളരെ ഉയരം കുറവാണ്. എന്തായാലും പണികളൊക്കെ അതിവേഗം പുരോഗമിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വയഡക്റ്റ് കഴിഞ്ഞിട്ട് ഒരു ചെറിയൊരു അണ്ടർപാസും വന്നിരിക്കുന്നുണ്ട്. അത് ആദ്യത്തെ അലൈൻമെൻറ്റിൽ ഉണ്ടായിരുന്നില്ല, പിന്നീട് പുതിയതായിട്ട് ഇവിടെ വന്നതാണ്. അപ്പോൾ ഇതാണ് SN പുരത്ത് നിന്ന് പൂവത്തുംകടവ് പോകുന്ന റോഡ് കേട്ടോ. ഈ അടിഭാഗത്ത് കൂടെ കടന്നു പോകുന്നുണ്ടല്ലോ നിങ്ങൾ. പിന്നീട് വയഡക്റ്റ് വന്ന് അവസാനിക്കുന്ന ഇവിടെയാണ്. വയഡക്റ്റിൻ്റെ ഈ ഭാഗത്തൊന്നും മണ്ണിട്ട് ഉയർത്തി വരുന്ന പ്രവർത്തനം നടന്നിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ ഇവിടെയൊക്കെ RE പാനലിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. ഈ വയഡക്റ്റും ഇത് കഴിഞ്ഞിട്ട് വരുന്ന ഒരു അണ്ടർപാസും ഉണ്ട്, അത് അടക്കം ജോയിൻ്റ് ആയിട്ടാണ് മണ്ണിട്ട് ഉയർത്തി പോകുന്നത്. പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ഡ്രോൺ ഫ്ലൈ ചെയ്തിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഈ മതിലകം ഭാഗത്തൊക്കെ വരുന്ന സമയത്ത് ഡ്രോണിൻ്റെ ബാറ്ററി ചാർജ് കുറയും. അപ്പോൾ ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ 2 കടകളിലാണ് ഞാൻ ബാറ്ററി ചാർജ് ചെയ്യാൻ കയറൽ. അപ്പോൾ അവർ നമ്മളെ സഹായിക്കലുണ്ട്, കാരണം അത്രയും സപ്പോർട്ട് നമുക്ക് തരുന്നുണ്ട്. ഒന്നുള്ളത് SN പുരത്ത് റെയിൻബോ ബേക്കേഴ്സ് മൊയ്തീൻ ഖാൻ്റെ, അത് ജംഗ്ഷനിൽ തന്നെയാണ്. നമ്മൾ നേരെ ഇവിടുന്ന് പൂവത്തുംകടവ് പോകുന്ന റോഡുണ്ട്, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നല്ല സ്നാക്സും അതുപോലെ തന്നെ ഫ്രൂട്ട്സും നല്ല ചായ കിട്ടും കേട്ടോ. അതാ റെയിൻബോ ബേക്കേഴ്സ്. ഇത് കഴിഞ്ഞിട്ട് പിന്നീട് ഒന്നുള്ളത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മതിലകം പോലീസ് സ്റ്റേഷൻ ഉണ്ട്. മതിലകം പോലീസ് സ്റ്റേഷൻ്റെ അടുത്ത് സുനിലേട്ടൻ്റെ ഒരു മെഡിക്കൽ ഷോപ്പ് ഉണ്ട്, ചിത്ര മെഡിക്കൽസ്. അപ്പോൾ ഈ 2 സ്ഥാപനങ്ങളിലാണ് ഞാൻ ഈ ഭാഗത്ത് വരുന്ന സമയത്ത് നമ്മളെ ഡ്രോണിൻ്റെ ബാറ്ററി ചാർജ് ചെയ്യാൻ വെക്കൽ കേട്ടോ. ഇവരൊക്കെ നല്ല സപ്പോർട്ടിംഗ് ആണ് നമുക്ക്. ഇവരൊക്കെ നമ്മളെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ആളുകളാണ്. അതുകൊണ്ടാണ് എനിക്കൊരു ഭാഗത്ത് ചെല്ലാനും പേടിയില്ലാത്തത്. കാരണം നമ്മളെ വീഡിയോസ് കാണുന്ന കുറേ ആളുകൾ കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തും ഉണ്ട്. അപ്പോൾ ഇവിടെ ചെന്ന് കഴിഞ്ഞാലും നമുക്കൊരു സഹായം വേണമെന്നുണ്ടെങ്കിൽ ഇവരെ വിളിച്ചാൽ മതി, എന്ത് സഹായം ചെയ്തു തരാമെന്ന് ഇവരൊക്കെ നമ്മൾ കോൺടാക്ട് ചെയ്യുമ്പോൾ പറയലുണ്ട് കേട്ടോ. പിന്നെ ഇനി വേറെ സംഭവം കാണിച്ചാൽ ഈ വയഡക്റ്റിൻ്റെ അടിഭാഗത്ത് ഫുള്ള് നമ്മൾ മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും പല സ്ഥലത്തും കണ്ടിട്ട് ഡെക്ക് ഷീറ്റുകളാണ്. പക്ഷേ തൃശ്ശൂർ ജില്ലയിൽ ഡെക്ക് സ്ലാബുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. ഇതാണ് ഡെക്ക് സ്ലാബ്. അപ്പോൾ ഗേർഡർ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിട്ട് ഡെക്ക് ഷീറ്റിന് പകരം അവർ ഫുള്ളായിട്ട് ഈ ഡെക്ക് സ്ലാബ് വിരിക്കും. എന്നിട്ട് പിന്നെ അതിൻ്റെ മുകൾ ഭാഗത്താണ് സ്റ്റീൽ ബൈൻഡിങ് ചെയ്തിട്ട് കാസ്റ്റിംഗ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഓരോ കൺസ്ട്രക്ഷൻ കമ്പനികൾക്കും അവരുടേതായ രീതിയിലുള്ള ഓരോ കൺസ്ട്രക്ഷനിലും വ്യത്യാസമുണ്ട്.
അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഈ വയഡക്റ്റ് വന്ന് അവസാനിക്കുന്ന സ്ഥലം കഴിഞ്ഞിട്ട് പിന്നീട് ഒരു ചെറിയ അണ്ടർപാസ് ഉണ്ട്. ആ അണ്ടർപാസ് വരെ പൂർണ്ണമായിട്ട് മണ്ണിട്ടുയർത്തിയിട്ടാണ് ഈ റോഡ് കടന്നു പോകുന്നത്. അപ്പോൾ അണ്ടർപാസ് വന്നിരിക്കുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മതിൽമൂല എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട്. അണ്ടർപാസിൻ്റെ പണികളൊക്കെ അവസാന ഘട്ടത്തിലാണ്. ഒരു ഭാഗത്ത് മാത്രമേ ഈ കാസ്റ്റിങ്ങിൻ്റെ വർക്ക് നടക്കാനുള്ളൂ. അതിനോടനുബന്ധിച്ചുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്കുകളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെയൊക്കെ സർവീസ് റോഡിൻ്റെ പണികളും പുരോഗമിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ 5-ാം പരുത്തിയിൽ നിന്ന് അങ്ങോട്ട് വയഡക്റ്റിൻ്റെ മുകൾ ഭാഗത്ത് കണ്ട് കയറി കഴിഞ്ഞാൽ പിന്നീട് ഈ മതിൽമൂല അണ്ടർപാസും കഴിഞ്ഞിട്ടാണ് പിന്നീട് നമ്മൾ നേരെ ആറുവരിപ്പാതയുടെ റോഡിലേക്ക് ഇറങ്ങുക കേട്ടോ. ഇതൊക്കെ ആറുവരിപ്പാതയാണ്. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വയഡക്റ്റും ഈ അണ്ടർപാസും ഒരേ ലെവലിൽ തന്നെ വന്നുകൊണ്ട് ലാൻഡ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ അതിനോടനുബന്ധിച്ചിട്ടുള്ള സർവീസ് റോഡിൻ്റെ പണികൾ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ അപ്രോച്ച് റോഡിന് വേണ്ടിയിട്ട് മണ്ണിട്ടുയർത്താൻ വേണ്ടിയിട്ട് RE പാനലിൻ്റെ വർക്കും നടന്നുണ്ട്. അപ്പോൾ ഈ അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡ് വന്ന് അവസാനിക്കുന്ന സ്ഥലം മുതൽ പിന്നീട് ടാറിംഗ് വർക്കിൻ്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഈ പ്രദേശം ഉണ്ടല്ലോ, ഈ പ്രദേശമൊക്കെ വല്ലാത്തൊരു സ്ഥലം തന്നെയായിരുന്നു. ഞാൻ ഇതിൻ്റെയൊക്കെ വീഡിയോ ആദ്യം എടുക്കാൻ വരുന്ന സമയത്തുണ്ടല്ലോ, ഇവിടെയൊക്കെ ഫുള്ള് ചെളിക്കെട്ടുമാണ്. അതുപോലെ തന്നെ കണ്ടൽ കാടുകളുമായിരുന്നു. അവിടെയൊക്കെ അപ്പം മണ്ണിട്ടുയർത്തിയിട്ടാണ് ഈ ആറുവരിപ്പാതയുടെ വൈഡനിങ് പൂർത്തീകരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ടാറിങ് കഴിഞ്ഞ സ്ഥലത്ത് കണ്ട ഡിവൈഡറിൻ്റെ വർക്കും കഴിഞ്ഞിരിക്കുന്നു. ഇത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു പാലം വരുന്നുണ്ട്. അപ്പം അവിടുന്ന് അങ്ങോട്ട് അപ്രോച്ച് റോഡ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഈ അപ്രോച്ച് റോഡുകൾ തമ്മിലുള്ള ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ ഗ്യാപ്പിൽ മാത്രമാണ് ഇപ്പോൾ ടാറിങ് വർക്ക് കഴിഞ്ഞിരിക്കുന്നത്. പണ്ടൊക്കെ ഞാൻ ഈ മതിലകം ബൈപ്പാസിൻ്റെ വീഡിയോ എടുക്കാൻ വരുന്ന സമയത്തുണ്ട് അത്യാവശ്യം നല്ല റിസ്ക് എടുത്തിരുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ പ്രദേശത്തേക്ക് തീരെ അങ്ങോട്ട് വരാൻ പറ്റില്ലായിരുന്നു. ഇവിടെ ഫുള്ള് കണ്ടൽ കാടുകളായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു വളഞ്ഞ വഴിയുണ്ട് അപ്പുറത്ത്, അതിൽ കൂടെ വന്നിട്ടാണ് ഈ ഭാഗത്തൊക്കെ വീഡിയോ എടുത്തിരുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഇതിന് അലൈൻമെൻറ്റ് പ്രകാരം ഏറ്റെടുത്ത സ്ഥലത്തൊക്കെ കുറ്റികൾ അടിച്ചിരുന്നു. അതൊക്കെ വീഡിയോ എടുത്ത് പോയിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ 2 ഭാഗത്തും വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഈ ഭാഗത്തായിരുന്നു വർക്ക് കുറേ പെൻഡിങ് ആയിരുന്നു. പിന്നീട് കുറേ കഴിഞ്ഞിട്ടാണ് ഈ ഭാഗത്ത് ഫുള്ളായിട്ട് മണ്ണിട്ട് ലെവലാക്കിയതും. അതുപോലെ തന്നെ ഇവിടെ ഒരു ചെറിയൊരു പാലമുണ്ട്. ആ പാലത്തിൻ്റെ പണികൾ നടന്നു കേട്ടോ. അപ്പോൾ പാലത്തിനോടനുബന്ധിച്ചുള്ള അപ്രോച്ച് റോഡ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഇവിടെയൊക്കെ സോയിൽ സബ്ഗ്രേഡ് ചെയ്യുന്ന വർക്ക് നടക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു ഭാഗത്ത് പാലത്തിനോട് ചേർന്നുള്ള ഭാഗത്ത് CTSBൻ്റെ വർക്കും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കണ്ടല്ലോ, അന്ന് ഈ പാലത്തിന് വേണ്ടിയിട്ട് ബോർ പൈലിംഗ് നടത്തിയിരുന്നു. ഈ ബോർ പൈലിംഗ് നടക്കുന്ന സമയത്തുണ്ട് ഇതിൻ്റെ ഇങ്ങനെ ചളി ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ വരുന്നു കേട്ടോ. അപ്പോൾ ഈ പരിസരത്ത് തന്നെ നിൽക്കാൻ പറ്റുന്നത് അത്രയും മോശപ്പെട്ട മണ്ണായിരുന്നു. കാരണം നിങ്ങൾക്കറിയാലോ, ചളി വെള്ളത്തിൽ നിന്ന് ചളി ഇങ്ങനെ പുറത്തേക്ക് വരുന്ന സമയത്തുള്ള മണ്ണൊക്കെ ഈ വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലമായിരുന്നു ഇവിടെയൊക്കെ ഉണ്ടായിരുന്നത്. കണ്ടൽക്കാടുകളായിരുന്നു. അപ്പോൾ ഇവിടെയും പാലത്തിൻ്റെ വർക്കുകൾ പൂർത്തീകരിച്ചതിന് മുകൾ ഭാഗത്ത് ഫുള്ള് ഡെക്ക് ഷീറ്റാണ് വെച്ചിരിക്കുന്നത്. എന്നിട്ടാണ് അതിന് മുകൾ ഭാഗത്ത് കാസ്റ്റിംഗ് ചെയ്യാട്ടോ. അതുപോലെ തന്നെ ഇവിടെ ക്രാഷ് ബാരറിനും ഡിവൈഡറിനും വേണ്ടിയിട്ടുള്ള സ്റ്റീൽ ബൈനിങ് നടന്നിരിക്കുന്നു. പിന്നീട് ഈ പാലം കഴിഞ്ഞിട്ട് മണ്ണിട്ടുയർത്താൻ വേണ്ടിയിട്ട് RE പാനലിൻ്റെ വർക്കുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഒരു ഭാഗത്ത് വർക്ക് നടന്നു. പിന്നെ ഇവിടെ നിന്നൊക്കെ 2 ഭാഗത്തും സർവീസ് റോഡ് ഉണ്ട് ഈ പാലം കഴിഞ്ഞിട്ട്. ഇവിടെ ഇപ്പോൾ സോയിൽ സബ്ഗ്രേഡ് ചെയ്തിട്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് വെള്ളം സ്പ്രേ ആയിട്ടോ. പിന്നെ ഇതുമാതിരി തന്നെ വീണ്ടും മണ്ണ് കൊണ്ട് സബ്ഗ്രേഡ് ചെയ്യും. പിന്നീട് ഇതിൻ്റെ മുകൾ ഭാഗത്താണ് CTSBൻ്റെ വർക്ക് നടക്കുക. അത് കഴിഞ്ഞിട്ട് WMM, പിന്നെ അത് കഴിഞ്ഞിട്ട് DBM, അത് കഴിഞ്ഞിട്ടാണ് BC. അതോടുകൂടിയിട്ട് ടാറിങ്ങിൻ്റെ വർക്ക് പൂർത്തീകരിക്കുന്നതായിരിക്കും. എന്തായാലും തൃശ്ശൂർ റീച്ചിലെ ഓരോ ബൈപ്പാസുകളും ഒന്നിനൊന്ന് മെച്ചമാണ്. ഒരുവിധം എല്ലാ ബൈപ്പാസുകളും കടന്നു പോകുന്നത് തെങ്ങുംതോപ്പിൻ്റെ ഇടയിൽ കൂടിയാണ്. അതാണ് ഈ തൃശ്ശൂർ ജില്ലയിലെ ബൈപ്പാസിൻ്റെ ഒരു പ്രത്യേകത. ഇനി ഇതുപോലുള്ള ബൈപ്പാസുകളിലായിരിക്കും ഭാവിയിൽ വലിയ വലിയ കമ്പനികളും ഇൻഡസ്ട്രികളും വരിക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്പോർട്ടേഷൻ ഏറ്റവും വലിയ കാര്യം. കാരണം എത്രയും വേഗം അവരുടെ സാധനങ്ങൾ അവരുടെ കമ്പനികളിലേക്ക് എത്തിക്കാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ പ്രൊഡക്ഷൻ കഴിഞ്ഞിട്ട് വേഗം പുറത്തേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഉള്ളേരിയയിലാണെങ്കിൽ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇനി ഭാവിയിലേക്ക് ഇതുപോലെയുള്ള സ്ഥലങ്ങളിലായിരിക്കും വലിയ വലിയ ഇൻഡസ്ട്രിയും അതുപോലെ തന്നെ വലിയ വലിയ കമ്പനികളുടെ ഷോറൂമുകളൊക്കെ വരിക കേട്ടോ. അപ്പം ഇനി അടുത്ത അണ്ടർപാസ് വന്നിരിക്കുന്നത് പള്ളിവളവിലാണ്. പള്ളിവളവിൽ നിന്നും വെള്ളാങ്ങല്ലൂർ, ഇരിങ്ങാലക്കുട, ചാലക്കുടി പോകുന്ന റോഡുണ്ട്. ആ റോഡിന് കുറുകെയാണ് അണ്ടർപാസ് വന്നിരിക്കുന്നത്. അണ്ടർപാസിൻ്റെ വർക്കുകളൊക്കെ ഏകദേശം അവസാന ഘട്ടത്തിലാണെന്ന് പറയാനായിട്ടില്ല. കാരണം ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഗേഡർ മാത്രം ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളൂ. ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഡെക്ക് ഷീറ്റ് വെക്കാനുള്ളതാണ്. അതുപോലെ തന്നെ 2 ഭാഗത്തും അപ്രോച്ച് റോഡിൻ്റെ പണികളും ആരംഭിച്ച് ഇരിക്കുന്നുള്ളൂ. ചെറിയ തോതിൽ മറ്റേ RE പാനലിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. പക്ഷേ ഇവിടുന്ന് അങ്ങോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഈ പള്ളിവളവിൽ കണ്ട അണ്ടർപാസ് മുതൽ പിന്നീട് ചക്കരപ്പാടം പോകുന്ന റോഡുണ്ട്. ആ റോഡിന് കുറുകൾ അണ്ടർപാസ് വരെ കാര്യമായിട്ട് പ്രവർത്തനങ്ങളൊന്നും നടന്നിട്ടില്ല കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഏകദേശം ഇതേമാതിരി തന്നെയാണ്. ഡ്രൈനേജിൻ്റെ വർക്കുകൾ കുറേ കാലം മുമ്പ് നടന്നതാണ്. പക്ഷേ ഇവിടെ ഒന്നും മണ്ണിട്ട് ലെവലാക്കി വരുന്ന വർക്കുകളൊന്നും നടന്നിട്ടില്ല കേട്ടോ. എന്തായാലും മതിലകം ബൈപ്പാസിൽ ഈ ഭാഗത്ത് കുറച്ചൊന്ന് വർക്ക് സ്ലോ ആയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചക്കരപ്പാടം പോകുന്ന അവിടെ അണ്ടർപാസിൻ്റെ മുകൾ ഭാഗത്ത് പൂർണ്ണമായിട്ട് ഡെക്ക് സ്ലാബിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ കാശിങ് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ മറുഭാഗത്ത് ഇതേമാതിരി മണ്ണിട്ട് ഉയർത്താൻ വേണ്ടിയിട്ട് RE പാനലിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സർവീസ് റോഡിന് വേണ്ടിയിട്ട് സോയിൽ സബ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ഒരു ഭാഗത്ത് സബ്ഗ്രേഡ് ചെയ്ത സ്ഥലത്ത് CTSB കൊണ്ട് തട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്തായിരിക്കും ഫുള്ളായിട്ട് സബ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുക, കമ്പാക്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് ബാക്കിയുള്ള വർക്കുകൾ വരുന്നത്. അതുപോലെ തന്നെ റോഡിന് കുറുകെ കൾവറിൻ്റെ നിർമ്മാണങ്ങളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ മുകൾ ഭാഗത്തു കൂടെയാണ് മണ്ണിട്ട് പോയിരിക്കുന്നത്.
അപ്പോൾ ചക്രപാടം പോകുന്ന അണ്ടർപാസിൻ്റെ അപ്രോച്ചോട് വന്ന് അവസാനിക്കുന്ന സ്ഥലം എവിടെയാണ്? ഇവിടുന്ന് പിന്നീട് അങ്ങോട്ട് 6 വരിപ്പാതയുടെ വീതിയിലുള്ള ടാറിങ് പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു. സെൻട്രൽ ഡിവൈഡറിൻ്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി വേറൊരു കാര്യം, ഇടയ്ക്ക് ഇങ്ങനെ ഓരോ കമൻസ് കാണാം, ഈ ദേശീയപാത 66 വികസനം കേരളത്തിൽ മാത്രമല്ല ഉള്ളതെന്നുള്ളത്. ഈ ദേശീയപാത 66 തുടങ്ങുന്നത് മഹാരാഷ്ട്ര പൻവൽ മുതൽ തുടങ്ങിയിട്ട് പിന്നീട് ഇത് അവസാനിക്കുന്നത് കന്യാകുമാരിയാണ്. ശരി തന്നെയാണ്, മഹാരാഷ്ട്രയിൽ നിന്നും തുടങ്ങിയിട്ട് കന്യാകുമാരിയാണ് ഇത് അവസാനിക്കുന്നത്. പക്ഷേ കേരളത്തിൽ കൂടെയാണ് ഏറ്റവും കൂടുതൽ ദൂരം ഈ ദേശീയപാത 66 കടന്നു പോകുന്നത്. ഞാൻ കേരളത്തിൽ ഉള്ളതുകൊണ്ടാണ് ഈ കേരളത്തിൽ നടക്കുന്ന ദേശീയപാത 66 വീഡിയോസ് എടുത്തിട്ട് ജനങ്ങളിലേക്ക് കാണിച്ചു കൊടുക്കുന്നത്. അല്ലാണ്ട് എനിക്ക് മഹാരാഷ്ട്ര പോയി എടുക്കണമെന്നൊക്കെ കണ്ടമാനം എക്സ്പെൻസ് വരും. അപ്പോൾ ഇവിടെയുള്ള പ്രവർത്തനങ്ങൾ കാണാൻ കുറേ പേരുണ്ട്, അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതും. അല്ലാതെ ഒരാളുടെ താല്പര്യത്തിനും വേണ്ടി ഞാൻ വഴങ്ങി കൊടുത്തിട്ടില്ല. ഞാൻ എൻ്റെ രീതിയിലും ഞാൻ കാണുന്ന കാഴ്ചകളുമാണ് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പം അങ്ങനെ നമ്മൾ ചക്കരപ്പാടം അണ്ടർപാസും കഴിഞ്ഞിട്ട് പിന്നീട് നേരെ വന്ന് കയറുന്ന എവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുന്നക്ക ബസാറിലാണ്. അവിടെ വന്നിട്ടാണ് മതിലകം ബൈപ്പാസ് അവസാനിക്കുന്നത്. 4.78 കിലോമീറ്റർ വരുന്ന മതിലകം ബൈപ്പാസ് തുടങ്ങുന്ന 5-ാം പരുത്തിൽ നിന്നും പിന്നീട് ഇത് അവസാനിക്കുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പുന്നക്ക ബസാറിലോട്ടോ. അപ്പോൾ പുന്നക്ക ബസാറിൽ ഒരു അണ്ടർപാസ് വന്നിട്ടുണ്ട്. അണ്ടർപാസിൻ്റെ പണികളൊക്കെ പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു. അതിനോടനുബന്ധിച്ചിട്ട് മണ്ണിട്ട് ഉയർത്തുന്ന പ്രവർത്തനങ്ങൾ അതിവേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ 2 ഭാഗത്തും സർവീസ് റോഡുണ്ട്. RE പാനലിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ തൃശ്ശൂർ റീച്ചിലെ 6 ബൈപ്പാസുകൾ കണ്ടു കഴിഞ്ഞു. ഒന്ന് ചാവക്കാട് ബൈപ്പാസ്, പിന്നീട് വാടാനപ്പള്ളി ബൈപ്പാസ്, പിന്നീട് തൃപ്രയാർ വലപ്പാട് ബൈപ്പാസ്, ചന്ദ്രാപ്പിന്നി ബൈപ്പാസ്, മൂന്നുപിടിക ബൈപ്പാസ്, ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന മതിലകം ബൈപ്പാസ്. അപ്പോൾ ഇതാണ് പുന്നക്ക ബസാറിൽ വന്ന അണ്ടർപാസ് കേട്ടോ. അപ്പോൾ 2 ഭാഗത്തും അപ്രോച്ചിൻ്റെ പണികൾ നടക്കാണ്ട്. പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബൈപ്പാസുകളുടെയൊക്കെ പണി കണ്ടിട്ട് എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല വേഗതയിൽ തന്നെ ശിവാലയ കൺസ്ട്രക്ഷൻ ബൈപ്പാസുകളുടെ പണികൾ പൂർത്തീകരിക്കാൻ നോക്കുന്നുണ്ട്. മലപ്പുറം ജില്ലയിലെ മാതിരിയല്ല തൃശ്ശൂർ റീച്ചിൽ. കാരണം മലപ്പുറം ജില്ലയിൽ ഏകദേശം 50-60 കിലോമീറ്ററോളം ടൗണുകളിൽ കൂടിയാണ് 6 വരിപ്പാത കടന്നു പോകുന്നത്. തൃശ്ശൂരിൽ അങ്ങനെയല്ല. തൃശ്ശൂരിലെ എല്ലാ ടൗണുകളും ഒഴിവാക്കിയിട്ട് ബൈപ്പാസ് മുഖാന്തരമാണ് 6 വരിപ്പാത കടന്നു പോകുന്നത്. അതുകൊണ്ടാണ് ഈ റീച്ച് കടന്നു പോകുന്ന തൃശ്ശൂർ ജില്ലയിലെ ടൗണുകളിലൊന്നും തിരക്ക് അനുഭവപ്പെടാത്തത്. മലപ്പുറം ജില്ലയിലൊക്കെ വർക്ക് നടക്കുന്ന സമയത്ത് ഭയങ്കര തിരക്കായിരുന്നു. സർവീസ് റോഡ് കൂടെ വാഹനം പോകുന്നു, അവിടെ ബ്ലോക്ക് ആവുന്നു, അങ്ങനെ കുറേ വിഷയം ഉണ്ടായിരുന്നു കേട്ടോ. അതൊന്നും ഇവിടെ കാണാനില്ല. അപ്പോൾ ഇതൊക്കെയാണ് മതിലകം ബൈപ്പാസിൻ്റെ വിശേഷങ്ങളും അതുപോലെ തന്നെ മതിലകം ബൈപ്പാസിൽ വന്ന വയഡക്റ്റിൻ്റെ വർക്കുകളൊക്കെ കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് എഴുതാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളോട് എല്ലാവരോടും ബൈ.